ഹായ്, ഞാൻ മിനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രേസ് വീഡിയോസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. നമുക്ക് രണ്ട് രീതിയിലുള്ള ഒരു മനോഭാവം ജീവിതത്തിൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും. അത് നമ്മൾ ജീവിതത്തെ ഏത് രീതിയിൽ നോക്കി കാണുന്നുവോ അതേ രീതിയിലായിരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത്. അത് പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി. പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ഒഴുക്ക് വെള്ളം ഒഴുകുന്ന, നമ്മളൊരു ചാൽ വെട്ടിയിട്ടാൽ ആ ചാലിൽ കൂടെ ആയിരിക്കും ആ വെള്ളം ഒഴുകുന്നത്. ആ ഷേപ്പിലായിരിക്കും ആ വെള്ളം പോകുന്നത്. ഒരു വലിയ കുളത്തിൻ്റെ ഷേപ്പിൽ നമ്മളത് ചാല് വെട്ടി ഉണ്ടാക്കിയാൽ അത് വലിയ കുളം പോലെ ആകും. എന്നാൽ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ആ വെള്ളം എടുക്കുന്നതെങ്കിലും ആ ഗ്ലാസിൻ്റെ ഷേപ്പിലായിരിക്കും. അപ്പം നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഇതുപോലെയാണ്. നമ്മൾ ഏത് രീതിയിലാണോ നമ്മുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്തെടുക്കുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത്, അതേ രീതിയിലായിരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡും. അപ്പം നമ്മൾ ഇപ്പം ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി, അതിൻ്റെ ടയർ പെട്ടെന്ന് പൊട്ടിപ്പോവുക. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ടയർ കൊണ്ട് വണ്ടി ഓടാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചിന്തകളും ഒക്കെ ഈ ഫ്ലാറ്റ് ടയറിന് തുല്യമാണ്. അതായത് കാറ്റ് പോയ ടയറിന് തുല്യമാണ്. അത് പിന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും ഒരു പോസിറ്റീവ് രീതിയിലുള്ളതായിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൈലറ്റ്. നമ്മളത് നെഗറ്റിവിറ്റിയിലോട്ട് ചിന്തിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്കൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ ചിന്താഗതികൾ അത് പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വയം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെയും കൊണ്ട് ഇത് സാധിക്കും, എന്നെയും കൊണ്ട് ഇത് സാധിക്കും. അതുപോലെ നമ്മൾ ഏത് കാര്യവും, എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാലും അത് പുഞ്ചിരിയോടുകൂടി നേരിടാൻ പഠിക്കണം. വിഷമം, മറ്റുള്ളവരെ നമ്മൾ നമ്മുടെ വിഷമങ്ങൾ കാണിച്ച് അതിൽ നിന്ന് നമുക്ക് സഹതാപം കിട്ടിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ സഹതാപം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം നമ്മൾക്കൊരു പ്രയാസം വന്നാൽ അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമുക്ക് സ്വയം കണ്ടെത്താൻ, നമുക്ക് ദൈവം അതിനുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊരു പ്രയാസം വന്നാലും പ്രോബ്ലം വന്നാലും അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ കാണണം. അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ അത് പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിന് സൊല്യൂഷൻ കണ്ടിട്ട് അത് നമ്മൾ ഡിപ്രഷനിലോട്ടാകാതെ അതിനെ നേരിടാൻ, നമ്മൾക്ക് ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കും. ഇതാണ് പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഞാനൊരു സ്റ്റോറി പറയാം. ഒരു ഷൂ കമ്പനി, ആ കമ്പനിയുടെ മാനേജർ ഒരു ഇൻ്റർവ്യൂ വെച്ചു. ആ ഇൻ്റർവ്യൂവിൽ പല കുട്ടികളും പങ്കെടുത്തു. അതിൽ 2 പേരെ ഈ മാനേജർ പുതിയൊരു ദ്വീപിലേക്ക് പറഞ്ഞു വിട്ടു. കുറച്ച് അവരുടെ ഷൂവിൻ്റെ പരസ്യം കാര്യങ്ങളും കാണിക്കാനും അവിടുന്ന് കുറച്ച് ഓർഡേഴ്സ് എടുക്കാനും ഒക്കെയാണ് വിട്ടത്. ഈ 2 പേരും ആ ദ്വീപിൽ അവരുടെ കൊടുത്ത സാധനങ്ങളും ഷൂവും പൈസയും ഒക്കെ ആയിട്ട് അവർ ആ ദ്വീപിൽ പോയി. അതിൽ ഒരാൾ കുറച്ച് ദിവസം ആ ദ്വീപിലൊക്കെ ചുറ്റി നടന്നു, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. എന്നിട്ട് പുള്ളി തിരിച്ച് നാട്ടിൽ വന്ന് മാനേജരെ കണ്ടു. രണ്ടാമത്തെ ആൾ ഏകദേശം 1 മാസത്തോളം ആ ദ്വീപിൽ ചെലവഴിച്ചിട്ട് തിരിച്ചു വന്ന് മാനേജരെ കണ്ടു. അപ്പം മാനേജർ 2 പേരോടും കാര്യങ്ങൾ തിരക്കി. അപ്പോൾ ആദ്യം പെട്ടെന്ന് വന്ന ആൾ പറഞ്ഞത്, സാർ, ഞാൻ ആ ദ്വീപിൽ പോയി, ഞാൻ അവിടെ എല്ലാവരെയും എൻ്റെ ഷൂ കാണിച്ചു, അവർക്ക് ഓർഡേഴ്സ് എടുക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു, പക്ഷേ അവരാരും ചെരുപ്പിടുന്നവരല്ല, ആ ദ്വീപിലാരും ചെരുപ്പിടുന്നവരല്ല, അതുകൊണ്ട് എനിക്കവിടെ ഒരു ഓർഡർ എടുക്കാൻ സാധിച്ചില്ല, നമുക്കവിടെ ബിസിനസ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ സാർ പറഞ്ഞു. രണ്ടാമത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ സാർ എന്നെ വിചാരിച്ചത് ഇവൻ കൊടുത്ത പൈസ എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞ് തീർത്ത് കാണുമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ രണ്ടാമത്തെ ആളെന്ത് പറഞ്ഞു, സാർ, അവിടെ ആരും ചെരുപ്പിടുന്നവരില്ലായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ കാലിൽ തന്നെ ചെരുപ്പിട്ട് അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നതെന്നും നിങ്ങൾക്കിത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്നും ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കി ക്ലാസ് എടുത്തു. അങ്ങനെ അവർക്ക് കുറച്ച് ദിവസം ഞാനിതെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞുടനെ അവർക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലായി. അങ്ങനെ ഞാൻ കൊടുത്ത ചെരുപ്പിടാനും ഉപയോഗിക്കാനും കുറേ ഓർഡർ എനിക്ക് കിട്ടാനും സാധിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഒരു പുതിയ
ഒരു ഷോപ്പ് തുടങ്ങാനെല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത്. അപ്പം നമ്മളുടെ ഈ സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ, രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലാണ് കാണുന്നത്. ഒരാൾ അതിനെ പോസിറ്റിവിറ്റി എങ്ങനെ അവിടെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് മനസ്സിലാക്കി, മറ്റേ ആളോ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഏതൊരു കാര്യവും നമ്മളെ കൊണ്ട് സാധിക്കും, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്, ഒരു ചിന്താഗതി അവിടെ ഉണ്ടായാൽ മതി. അപ്പം അതുപോലെ നമ്മൾ ചുറ്റുമുള്ളവരുടെ സ്വയം നമ്മൾ മോട്ടിവേറ്റ് ആകാൻ ശ്രമിക്കണം. നമ്മൾ സ്വയം നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമെന്നുള്ള ചിന്താഗതി വേണം. മറ്റുള്ളവരിപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അതിലും ഞാനൊരു സ്റ്റോറി പറയാം. കുറച്ച് തവളകൾ ഒരു കിണറിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ചിലച്ചുകൊണ്ടേ ഇരിക്കുക, പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അബദ്ധത്തിൽ 2 തവള താഴെ പൊട്ടക്കിണറ്റിൽ വീണു. അപ്പോൾ ഈ മേളിലിരിക്കുന്ന തവളകൾ അലച്ചുകൊണ്ടേയിരുന്നു, ഇവർ രണ്ടും താഴെ പോയല്ലോ. അപ്പോൾ ഈ 2 തവളകളും താഴെ കിടന്ന് ചാടി മേളിൽ കയറാൻ വേണ്ടി ശ്രമിച്ചു. പൊട്ടക്കിണറ്റിൽ വെള്ളവും ഇല്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അതിലൊരു തവള കുറെ ചാടിച്ച് പുള്ളി മതിയായിട്ട് അവിടെ കിടന്ന് ചത്തുപോയി. രണ്ടാമത്തെ തവളയോ ചാടി 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 ചാടി. അപ്പം മേളിലിരിക്കുന്ന തവളകൾ പറയുന്നുണ്ട്, നീ ചാടണ്ട, ചാടിയിട്ട് ഒരു പ്രയോജനമില്ല, അതാണ്ട് മറ്റേ തവള ചത്തുപോയില്ലേ, നീ ചാടിയിട്ട് ഒരു പ്രയോജനമില്ല, നീ വെറുതെ കഷ്ടപ്പെടത്തേ ഉള്ളൂ എന്ന് പറയാം. പക്ഷേ ഈ തവള വിട്ടുകൊടുക്കുന്നില്ല. തവള ചാടി 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 ലാസ്റ്റിൽ കിണറിൻ്റെ മുകളിലെത്തി. അപ്പം മറ്റു തവളകൾ പറഞ്ഞു, നീ എങ്ങനെ ഇത് സാധിച്ചെടുത്തു, നീ എങ്ങനെ ചാടി, ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണതല്ലേ, നീ എങ്ങനെ കയറി, ഞങ്ങൾ ഇവിടുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നിന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ല പറ്റില്ല, നീ എന്നിട്ടും പിന്നെയും ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തവള പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താ, അതിൻ്റെ ചെവി പൊട്ടയായിരുന്നു, പൊട്ടത്തവളയായിരുന്നു, അത് കേട്ടില്ല. ഇതുപോലെ ആകണം നമ്മൾ പൊട്ടരാകണമെന്നല്ല. ചുറ്റുമുള്ളവർ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് കമ്മിറ്റ്മെൻറ്റ് ചെയ്യണം. നമ്മൾ ഒരു ജീവിതത്തിൽ പല നെഗറ്റിവിറ്റി കാര്യങ്ങൾ വന്നാലും അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുക്കുക. പോസിറ്റിവിറ്റി കമ്മിറ്റ് ചെയ്യണം. നമ്മളതിൽ നിന്ന് പോസിറ്റീവായിട്ട്, ഇപ്പം രാവിലെയൊക്കെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ഈ ആക്സിഡൻറ്റ്, മരണം, അടിപിടി, കൊല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ ന്യൂസൊക്കെ കണ്ടാലും പോസിറ്റീവായിട്ടുള്ള വീഡിയോസ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റിവിറ്റിയുള്ള മ്യൂസിക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും, മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ഉന്നതിയിലെത്തണമെങ്കിലും നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.